സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വംശീയത എത്രമാത്രമുള്ള ഈ വംശീയ ബോധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്ന, ലോകത്ത് നേതൃത്വം നൽകുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ അതിൽ ഒന്നാം നമ്പറാണ് ലോകത്തെ ചട്ടമ്പി രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ട്രംപും നെതന്യാഹുമെങ്കിൽ, അതിന്റെ തുല്യതയിൽ നിൽക്കുന്നവനാണ് ഇവിടുത്തെ സാക്ഷാൽ മോഡിയെങ്കിൽ, ഈ ആശയങ്ങൾ അതിവേഗം തന്നെ ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് വീണ്ടും അധികാരം ലഭിക്കുന്നതിന് വേണ്ടി ടൂളായി ഉപയോഗിക്കുന്ന ഒന്നാണ് മുസ്ലിം വിരുദ്ധത എങ്കിൽ, വംശീയ വെറിയെങ്കിൽ, വംശീയത എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, അത് കേരളത്തിന്റെ മണ്ണിലാണെങ്കിലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൊച്ചു സംഘമാണ് കേരളത്തിന്റെ ഭൂമിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. നീതി എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് നീതിയുടെ സംരക്ഷണാർത്ഥം ഇവിടെ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ മുദ്രാവാക്യമായി തന്നെ നാം പരിഗണിച്ചും കേട്ടും പോരാറുണ്ട്. അതിൽ എന്നതിന് പറയും. ഈ ജസ്റ്റിസ്, നീതി, അന്യം നിന്ന് പോകുന്ന സമയത്ത് നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് എന്നതോടൊപ്പം തന്നെ സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദർശ മുദ്രാവാക്യം കൂടിയാണ്. അങ്ങനെ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഘമുണ്ടാവുക, നീതി അന്യം നിന്ന് പോയ ഒരു നാട്ടിൽ ആധികാരികതയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ധീരതയോടുകൂടി, ധൈര്യത്തോടു കൂടിയിട്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം നമ്മൾ കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നീതി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ ഒരു അടിത്തറയായിട്ടുള്ള, അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള ഇത്തരം നീതി പോലെ, സമാധാനം പോലെ, സഹവർത്തിത്വം പോലെ, സൗഹാർദ്ദം പോലെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും രാജ്യത്തിന്റെ സാമൂഹിക ഉന്നമനത്തിനും വേണ്ട അടിസ്ഥാന തൂണുകൾ, ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാന പില്ലറുകൾ, ആ പില്ലറുകള് തകർന്ന് തരിപ്പണമാകുമ്പം അതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ഒരു സംഘം യുവജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു ഈ കാലത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാട്ടിലെ സോളിഡാരിറ്റിയെ പോലെയുള്ള ഒരു യൂത്ത് മൂവ്മെന്റ് നിലനിൽക്കേണ്ടുന്ന ആവശ്യം ഈ നാട്ടിലെ പല ഉയർന്ന സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടത്തെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ശബ്ദമായി, അടിച്ചമർത്തപ്പെട്ട മർദ്ദിത വിഭാഗങ്ങളുടെ ശബ്ദമായി, അതുപോലെ തന്നെ സമാധാനം നഷ്ടപ്പെട്ട്, നീതി നഷ്ടപ്പെട്ട്, അന്യായമായി കൊണ്ട് പലപ്പോഴും ഈ സമൂഹത്തിന്റെ, ഈ മുന്നോക്ക സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പിന്നോക്കത്തിലേക്ക് മാറി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ ശബ്ദമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്ത്, ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രമുഖരായ പല ആളുകളും ഇതുപോലെയുള്ള ഒരു പ്രസ്ഥാനം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന സ്വഭാവത്തിൽ കേരളത്തിൽ ഉണ്ടാവണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കറിയാവുന്നതുപോലെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അവസരത്തിൽ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ അവസ്ഥകൾ, ആ അവസ്ഥകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഇവിടുത്തെ മൈനോറിറ്റി വിഭാഗം, ആ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളെ മുഴുവൻ രാജ്യത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അവർക്ക് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പലപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷമായ പിന്നോക്ക വിഭാഗങ്ങൾ, സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരേണ്ടുന്ന വിഭാഗങ്ങൾക്ക് അവർക്ക് ലഭ്യമാകേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്.
പലപ്പോഴും ഇവിടുത്തെ ക്രിമിനലുകളും രാഷ്ട്രീയ ക്രിമിനലുകളും അതുപോലെ തന്നെ ഈ സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന വിധത്തിൽ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള വെറുപ്പും വംശീയതയിലും മൂട്ടപ്പെട്ട ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന ഭരണകൂടവും ഈ രാജ്യത്തെ മനുഷ്യരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉന്മൂലനം ചെയ്യുന്ന കഥകൾ നമുക്ക് ചുറ്റിലും ഇപ്പോൾ വ്യാപകമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ അലയൊലികൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ അധികാരി ശക്തികളാണ്. രാജ്യം ഭരിക്കുന്നത് മോഡി എന്ന് പറയുന്ന ഏകാധിപതിയും ഫാഷിസ്റ്റുമായ ഏകദേശം ഡൊണാൾഡ് ട്രംപിന് തുല്യനായി ലോകത്തെ തന്നെ ചെകുത്താൻ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചെകുത്താൻ. അങ്ങനെ ചെകുത്താന്മാരുടെ കൂട്ടമാണ് നമ്മുടെ രാജ്യവും ലോകവും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ പിന്തുണയും അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ ഭരണത്തിൽ നിന്ന് നാം മനുഷ്യത്വം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൽ നിന്ന് നീതി ഒരിക്കലും നാം പ്രതീക്ഷിക്കുന്നില്ല. സംഘപരിവാർ നേതൃത്വങ്ങൾ കൊടുക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉണ്ടായി വരേണ്ടുന്ന, മതേതര രാഷ്ട്രത്തിൽ ഉണ്ടായി വരേണ്ടുന്ന ഒരു മൂല്യവും ഈ രാജ്യത്ത് വളരെ വേഗത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കി, എല്ലാ മനുഷ്യത്വത്തെയും ഇല്ലാതാക്കി, അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, ആ സമുദായം ഇന്ന് അഭിമുഖീകരിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ, ഏകാധിപതിയായ ഭരണാധികാരി, ഫാഷിസ്റ്റിന്റെ സ്വരമുള്ള ഭരണാധികാരി, അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ നമുക്കറിയാം, മുന്നിലൂടെ ഒരു യാത്ര പോകുമ്പോൾ എന്റെ മുമ്പിലൂടെ ഒരു പട്ടിക്കുട്ടി ക്രോസ് ചെയ്താൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹന പട്ടിക്കുട്ടിയിൽ തെറ്റ് ആ പട്ടിക്കുട്ടി ചത്തുപോയാൽ എനിക്കൊരു വിഷമമില്ലാത്തതുപോലെ ആണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മൈനോറിറ്റി വിഭാഗങ്ങൾ ഈ രാജ്യത്ത് നിന്ന് എന്ത് വെല്ലുവിളികൾ നേരിട്ടാലും, അവരെ ഉന്മൂലനം ചെയ്താലും, അവരെ അഗ്നിക്കിരയാക്കിയാലും, അവരെ കൊന്ന് കത്തിച്ചു കളഞ്ഞാലും, അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള അവരുടെ എല്ലാ വ്യക്തിത്വങ്ങളെയും ഐഡന്റിറ്റിയെയും ഇല്ലാതാക്കിയാലും ഒരു വേദനയും എനിക്കുണ്ടാവില്ല എന്ന് അങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ചെകുത്താൻ രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ എന്ന് പറയുന്നത് നമുക്കറിയാം, വംശീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വിഭാഗീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്ത് ഭീതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭീതിയിൽ തന്നെ മുസ്ലിം ഭീതി എന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീതി എന്ന് പറഞ്ഞിട്ട്, മുസ്ലിം ഭീതി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള സ്പർദ്ധകളും സാമൂഹിക അന്തരീക്ഷവും സൗഹാർദ്ദ അന്തരീക്ഷവും തകർക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും നിരന്തരം അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാറിൽ നിന്ന് മറിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെ അംഗീകരിക്കാത്തവർ, ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിക്കാത്തവർ, ഭരണഘടനയ്ക്കപ്പുറം ഞങ്ങൾ വരച്ചുണ്ടാക്കിയിട്ടുള്ള പല അടിസ്ഥാനങ്ങളെയുമാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനയെ ഉള്ളിൽ വെക്കുകയും മനുസ്മൃതിയെ മുകളിലേക്ക് കയറ്റി വെക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംഘപരിവാർ ഭരണകൂടം, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക, കമ്മ്യൂണിസത്തെ ഉന്മൂലനം ചെയ്യുക, ക്രിസ്ത്യൻ സമുദായത്തെ ഉന്മൂലനം ചെയ്യുക, എന്നിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങളില്ലാത്തൊരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക, ഇവിടുന്ന് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഹിന്ദുത്വ അജണ്ടയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിഭാഗീയതയും വെറുപ്പുമാണ്, മുസ്ലിം വിരുദ്ധതയും ഇസ്ലാം പേടിയുമാണ്. അങ്ങനെ ഇസ്ലാമോഫോബിയ നിരന്തരം പടച്ചുവിടുക, അങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം, ഇങ്ങനെയുള്ള പല നിരന്തരമായ പ്രസ്താവനകൾ കഴിഞ്ഞ 8-10 വർഷമായിട്ട് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാർ അധികാരത്തിൽ വന്നത് മുതൽ നിരന്തരമായി ഭരണകൂടത്തിന്റെ ഹിന്ദുത്വ അജണ്ടകൾക്ക് ഭരണകൂടത്തിന്റെ പിൻബലവും കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ രാജ്യത്തുണ്ട്.
ഭരണകൂടം മാറി മാറി വരുന്നതോടുകൂടി തന്നെ ഹിന്ദുത്വ അജണ്ടകൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം സംഘപരിവാർ അധികാരത്തിലാണ്. അധികാരത്തിലാകുന്നതോടുകൂടി തന്നെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വളരെ വേഗതയിൽ വ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു ഭാഗത്തുണ്ടായിരിക്കെ തന്നെ നമ്മുടെ കൊച്ചു കേരളവും ഹിന്ദുത്വത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പോൾ ഹിന്ദുത്വാശയത്തിന് അതിവേഗതയിൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM നേതൃത്വം നൽകുന്ന ഇടത് ഭരണകൂടത്തിൽ നിന്ന് തന്നെ അതിന്റെ നിലപാടുകൾ പരിശോധിക്കുമ്പം, അതിന്റെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പം, ഭരണകൂടത്തിന്റെ ചില ചെയ്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. നമുക്കതറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പം ചില പ്രസ്താവനകൾ കാണുമ്പം, ചില ആളുകളുടെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ കാണുമ്പം നമ്മൾ തെറ്റിദ്ധരിക്കും. രാവിലെ നമ്മൾ മീഡിയകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രിന്റ് മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രസ്താവനകൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇത് ആരുടെ പ്രസ്താവനയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇത് ബാരാരിജി ഭവനിൽ നിന്നുള്ള പ്രസ്താവനയാണോ, AKG സെന്ററിൽ നിന്നുള്ള പ്രസ്താവനയാണോ എന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് ഹിന്ദുത്വ സംഘപരിവാർ എന്നതുപോലെ തന്നെ ഹിന്ദുത്വ CPM എന്ന് നമ്മൾ പറയാൻ നിർബന്ധിതരാവുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, കേരളത്തിൽ എന്തിനാണ് ഒരു ബാരാജി ഭവൻ? കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. ഒരു ബോർഡ് മാറ്റിവെച്ചാൽ മതി, അത് AKG സെന്ററിന് തുല്യമാണ്. AKG സെന്ററും നാഗ്പൂരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നാഗ്പൂരിൽ നിന്നുള്ള പ്രസ്താവനകൾ ബാരാജി ഭവനിലേക്ക് പോകുന്നതിന് മുമ്പ് AKG സെന്ററിലൂടെ പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോവുകയാണ്. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അങ്ങനെയുള്ള പ്രസ്താവനകളാണ്, അങ്ങനെയുള്ള ഇടപെടലുകളാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന, ഇവിടുത്തെ മനുഷ്യവിരുദ്ധമായ ഒരു ആശയം പേറുന്ന ഒരു സംഘം ആളുകൾ, RSSന്റെ ആളുകൾ, സംഘപരിവാർ ആശയക്കാർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. ഈ രാജ്യത്ത് നിന്ന് ന്യൂനപക്ഷങ്ങളെ പ്രതികരിക്കുന്ന കൂട്ടരെ മുഴുവൻ ഇല്ലാതാക്കണം, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, ഉന്മൂലനം ചെയ്യണം, അവരെ ഈ രാജ്യത്ത് നിന്ന് നാട്ടിയോടിക്കണം. അവരോട് ഇടക്കിടക്ക് അവരെ വിളിച്ചു പറയണം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോ എന്നുള്ളത്. ഇടക്കിടക്ക് അവർ പറയണം, ഈ രാജ്യത്ത് നിന്ന് പൗരത്വം നിഷേധിക്കും എന്നുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, ഇതുപോലെയുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകള് പലപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിൽ യഥാർത്ഥത്തിൽ അതിന് നേതൃത്വം നൽകുന്നത് ചിലപ്പോൾ AKG ഭവനിൽ നിന്നാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട്. ഇപ്പോ ദിവസമായിട്ട് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലും നമ്മുടെയൊക്കെ സംസാരവും യഥാർത്ഥത്തിൽ എന്താ? ഇവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ നിരന്തരം ഉറിഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്വഭാവത്തിൽ? ഇപ്പൊ ഏറ്റവും അവസാനം വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചതുപോലെ തന്നെ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുസ്ലിങ്ങൾക്കെതിരെ ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ ഒരു പരിഷ്കരണം കൊണ്ടുവന്നു എന്നതാണ് അവകാശപ്പെടുന്നത്. ആ സ്കൂളിൽ ഒരു പരിഷ്കരണം കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുമൊക്കെ ഒരു ലഹരി വിമുക്തമായ ഒരു ക്യാമ്പസ് ആക്കുവാൻ, സ്കൂളാക്കുവാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഒരു സുംബ ഡാൻസ് പഠിപ്പിക്കുകയും കുട്ടികളെ ആ സ്വഭാവത്തിൽ തന്നെ ചില വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആക്ടിവിറ്റികൾ ശീലിപ്പിക്കുകയും ചെയ്യുക. വളരെ രസമാണ് അതിന്റെ വിശദീകരണം കേട്ടാൽ. ഇങ്ങനെ ഈ സുംബ ഡാൻസിലൂടെ തന്നെ ഈ കുട്ടികളെ ഒക്കെ ഒരു ലഹരിമുക്തമായ ഒരു നാടും ഒരു തലമുറയും ഉണ്ടാക്കിയെടുക്കുക. ഇരിക്കട്ടെ, അങ്ങനെ ആശയം വലിയ ആശയമായി കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഒരു ക്യാമ്പസിൽ കൊണ്ടുവരുന്ന ഒരു പരിഷ്കരണമാണല്ലോ. ക്യാമ്പസിൽ കൊണ്ടുവരുന്ന ഒരു പരിഷ്കരണം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവത്തിൽ ഒരു പ്രസ്താവനയായിട്ട് എങ്ങനെയാ ഒരു ഭരണകൂടം കേരളത്തിലെ ക്യാമ്പസുകളിൽ അത് നൽകുക? അതിനെന്തെങ്കിലും ആശയങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും കൂടിയാലോചിച്ചിട്ടുണ്ടോ? അത് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള ആശങ്കകൾ ഉണ്ടോ? ഇനി മാത്രമല്ല, ക്യാമ്പസുകൾ ഇത് വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ഇതെങ്ങനെയാണ് സ്വീകാര്യമാകുക? കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ധാരാളക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനം, ധാരാളക്കണക്കിന് മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ഇവിടെ ഹിന്ദുവിനും ക്രിസ്തുവിനും മുസ്ലിമിനും
ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു ഭരണകൂടം ഇതുപോലെയുള്ള സുംബ ഡാൻസുകള് അത് ക്യാമ്പസുകളിൽ ലഹരിമുക്തയുടെ ഭാഗമായി കൊണ്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പം അതിലെന്തെങ്കിലും ആശങ്കകൾ കടന്നു വരാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ട് ആശങ്കകൾ വന്നിട്ടുണ്ട്. മുസ്ലിം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ആശങ്കകൾ ഉണ്ടായിക്കൊണ്ട് ഇവിടുത്തെ സലഫി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, സമസ്തയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല മതപണ്ഡിതന്മാർ, ഈ സമുദായവും സമൂഹവും സർവാത്മന അംഗീകരിക്കുന്ന ഈ കേരളത്തിൽ അറിയപ്പെട്ട മതപണ്ഡിതന്മാർ അവരൊന്നടങ്കം പറഞ്ഞു, സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ പരിഹരിക്കണം. മാത്രമല്ല, ഞങ്ങൾക്ക് ഇതിന് ഏത് സ്വഭാവത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ആശങ്കകളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ക്യാമ്പസിൽ നടപ്പിലാക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം എന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകളും മുസ്ലിം സംഘടനാ നേതാക്കന്മാരും ആവശ്യപ്പെട്ടു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇതൊരു ന്യായമല്ലേ? ഒരു ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ലേ? ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തില് ഇവിടുന്ന് വരുന്ന ഏറ്റവും വലിയ തിരിച്ചുള്ള പ്രസ്താവനകൾ എന്താ? മുസ്ലിങ്ങൾക്കെതിരെ ഇവർ താലിബാനിസ്റ്റുകളാണ്, ഇവർ വർഗീയവാദികളാണ്. ചില സാംസ്കാരിക നേതാക്കന്മാർ കുറിച്ചു വെച്ചു മതവിഷജീവികളാണ്. ചില ആളുകൾ പറഞ്ഞു വെച്ചു മതഭൗലികവാദികളാണ്. ചില ആളുകൾ പറഞ്ഞു ഇവര് അപരിഷ്കൃതരാണ്, പ്രാകൃത ജനതയാണ്, പ്രാകൃത നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ്. ഈ മുസ്ലിങ്ങൾക്കെതിരെ തീവ്രവാദമെന്നും വർഗീയത എന്നും താലിബാനിസമെന്നും മതവിഷജീവികളെന്നും മതമൗലികളെന്നും അപരിഷ്കൃതരെന്നും പേരിട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ, ആ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു വിരുദ്ധതയും ആ മുസ്ലിം വിരുദ്ധത പടച്ചുണ്ടാക്കുകയും ഈ കമ്മ്യൂണിറ്റിയെ ഒരു തരത്തിൽ ഈ സമൂഹത്തിൽ തന്നെ പേടിയോടുകൂടി സമീപിക്കേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം എന്നും ഈ രാജ്യത്തെ, ഈ കേരളത്തിന്റെ കുടികേരളത്തിന്റെ ഭരണകൂടം ഏൽപ്പിച്ചു. നിങ്ങളുടെ നാട്ടുകാരൻ, ഈ പ്രദേശത്തുകാരൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പറഞ്ഞതെന്താ? ഇവിടെ ഈ വിഷം കലക്കുകയാണ്. യഥാർത്ഥത്തിൽ മതമൗലികവാദികളും അതുപോലെ തന്നെ മതസംഘടനകളും വിഷം കലക്കുകയാണ് യഥാർത്ഥത്തിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, അതുകൊണ്ട് തന്നെയാണ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഓശാന പാടുന്നത്. നിങ്ങളറിയണം, ഇവിടുത്തെ മനുഷ്യർ മുഴുവൻ അസഹിഷ്ണുക്കളാവുകയാണ്. ഇവിടുത്തെ കേരളത്തിന്റെ ഒരു യുവജന പ്രസ്ഥാനം, തണുത്തുറച്ചു പോയിരുന്ന, എന്താണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മറഞ്ഞുപോയിരുന്ന ഒരു യുവജന പ്രസ്ഥാനം ഈ സന്ദർഭത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇന്ത്യ യഥാർത്ഥത്തിൽ മത റിപ്പബ്ലിക് അല്ല എന്നതാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ മത റിപ്പബ്ലിക് അല്ല എന്നുള്ളത് നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. മത റിപ്പബ്ലിക് അല്ല എന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. ഈ രാജ്യം ഏറ്റവും നല്ല സമാധാനത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിലെ എല്ലാ മതങ്ങൾക്കും വിഭാഗങ്ങൾക്കും പ്രവർത്തിക്കുവാനും ആശയ കൈമാറ്റാനും സ്വാതന്ത്ര്യമുണ്ട്. വർഗീയ വിഷം കലർത്തുന്നു എന്നാണ് മിനിസ്റ്റർ ഇവിടുന്ന് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. മതവിഷജീവികൾ എന്നാണ് സാംസ്കാരിക നേതാക്കന്മാർ ഇട്ടിട്ടുള്ളത്. ചാനൽ ചർച്ചയിൽ ഭയങ്കരമായ ഡിബേറ്റാണ്. എന്താണ് ഒരു കൂട്ടര് പരിഷ്കൃത ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്? ഇവിടെ ഏറ്റവും വലിയൊരു പരിഷ്കരണം വിദ്യാഭ്യാസ തലങ്ങൾ കൊണ്ടുവരുമ്പം അതിൽ നിന്നൊക്കെ ഒളിച്ചോടിക്കൊണ്ട് ഒരു പരിഷ്കൃതരായ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു വിധത്തിലും പുരോഗതി പ്രാപിക്കാത്തൊരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം സമുദായം എന്ന് നിരന്തരം ചാനൽ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ അതിരാവിലെ തന്നെ സുബഹിക്ക് നേരത്തെ തന്നെ മനുഷ്യർ മുഴുവൻ എഴുന്നേൽക്കും. ഇത് നമുക്കറിയാം. അവിടെ ജാതി മത വ്യത്യാസമെന്ന എല്ലാവരും നിങ്ങൾക്ക് കോഴിക്കോട് കടപ്പുറത്ത് അത് കാണാം, കണ്ണൂരിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, പല ഭാഗങ്ങളിലും ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് അത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് മെക്സവൻ എന്ന് പേരിട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു എക്സസൈസ് നമ്മുടെയൊക്കെ നാടുകളിൽ കാണാൻ കഴിയും. ഈ മെക്സവൻ വന്ന സമയത്ത് കോഴിക്കോടിന്റെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതെന്താ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇപ്പൊ വ്യായാമത്തിലൂടെ തന്നെ ചില ആളുകൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്, തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ
മുഴുവൻ ഒരു അപകടമായ സ്വഭാവത്തിൽ പ്രസ്താവനകൾ ഇറക്കി. എന്നിട്ട് അതിലൂടെ തന്നെ ഒരു മുസ്ലിം വിരുദ്ധത വിളമ്പി. ഏതോ തരത്തില് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, മുസ്ലിം കർത്തത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇവർ പറയും ഈ മുസ്ലിം വിരുദ്ധതയിൽ നിന്ന് അവര് സംഘപരിവാറിന്റെ അതേ സ്വരത്തോടും നാവോടും കൂടി സംസാരിച്ചിട്ട് ഇവർ പറയും ഇങ്ങനെ ഇവരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ സുംബ ഡാൻസിനെ എതിർക്കുന്നവർ, സുംബ ഡാൻസിനെ എതിർക്കുന്ന ഇവരുടെ ഭാഷയിൽ പിന്തിരിപ്പനും പ്രാകൃതനും താലിബാനിസ്റ്റുകളുമാണ്. അതേസമയം മെക്സവനെ അങ്ങനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ മെക്സവനെ എതിർക്കുന്ന പാർട്ടി, ആ പാർട്ടി ഏറ്റവും നല്ല പുരോഗമന നവീന ആധുനിക ചിന്തയുള്ള ഒരു പാർട്ടിയാണ്. അതായത് മെക്സവനെങ്ങാനും എതിർക്കുന്നതോടുകൂടി ഞങ്ങൾ ഇവിടെ സമൂഹത്തിന് വലിയ നന്മ ചെയ്യുകയാണ്, ഞങ്ങളാണ് ആധുനികമായ ഏറ്റവും വലിയ പരന്ന വായനയുള്ളത്. ഇപ്പൊ അതാണല്ലോ, ഞങ്ങൾ പരന്ന വായനന്റെ ആൾക്കാരാണ്, ഞങ്ങളെ പുസ്തകം എഴുതുന്ന ആളുകളാണ്, ഞങ്ങൾ പരന്ന വായനന്റെ ആളുകളാണ്. എന്നിട്ട് ഇവര് നിരന്തരമായിട്ട് മെക്സവനെ എതിർക്കുന്നവർ എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ സാമൂഹിക പരിഷ്കർത്താക്കളാണ്, ഞങ്ങൾ ഏറ്റവും ഉയർന്ന ജനതയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മെക്സവനെ ഞങ്ങൾ എതിർക്കും, അത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് ഞങ്ങൾ മുഴുവൻ വിളിച്ചു പറയും. അതേസമയം തന്നെ ഇതവിടെ നിൽക്കുമ്പം തന്നെ ഇതുപോലെ തന്നെ സുംബ ഡാൻസിനെ എതിർക്കുന്ന ഏതെങ്കിലും കൂട്ടരുണ്ടെങ്കിൽ അവർ മതമൗലികവാദികളാണ്, താലിബാനിസ്റ്റുകളാണ്. അവർ ഈ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഈ ഇവിടുത്തെ സമൂഹത്തിന്റെ പുരോഗതി ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഇവരെ ഈ പരിഷ്കർത്താക്കളല്ല, പ്രാകൃത ഏതോ 15 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനിത് വെറുതെ എന്തെങ്കിലും നിങ്ങൾക്കൊരു രസത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. നിരന്തരമായിട്ട് നമ്മുടെ സമൂഹത്തെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്. ഇതുമായി നടന്നിട്ടുള്ള വിവാദങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മുസ്ലിം മതപണ്ഡിതന്മാരെയാണ് താലിബാനിസ്റ്റുകളാക്കിയിട്ടും, മുസ്ലിം മതപണ്ഡിതന്മാരെയാണ് തീവ്രവാദികളാക്കിയിട്ടും വർഗീയവാദികളാക്കിയിട്ടും മാറ്റുന്നത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ മൗദൂദിസ്റ്റുകളാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഇവർക്ക് ഏറ്റവും വലിയ വെറുപ്പുൽപാദിപ്പിക്കുന്നിടത്ത് ഇവർ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു നാട്ടക്കുറി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. എനിക്ക് ശേഷം സംസാരിക്കുന്ന SM സൈനുദ്ദീൻ സാഹിബ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സംവരിക്കും. ഞാൻ പറയുന്നത്, ഇവിടുന്ന് മൗദൂദിസ്റ്റുകൾ, താലിബാനിസ്റ്റുകൾ, അതുപോലെ തന്നെ വംശീയവാദികൾ, വർഗീയവാദികൾ, മതവിഷജീവികൾ, വിഷങ്ങളക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അസഹിഷ്ണുക്കൾ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുസ്ലിം സമുദായത്തിന്റെ കർത്തൃത്വത്തിൽ, നേതൃത്വത്തിൽ രൂപപ്പെടുന്ന എന്തിനേയും ഇവർ പേടിയോടും ഭീതിയോടും കൂടിയിട്ട് കാണുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ വന്നപ്പം അതൊരു പേടിയോടുകൂടി കണ്ടിട്ട് പറഞ്ഞു, ഇപ്പതാ കുറെ തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് എന്നുള്ളത്. എന്തുമാത്രം വിഷം കലർത്തുന്ന പ്രസ്താവനകളാണ്, സമൂഹത്തിന്റെ സ്വസ്ഥതയും സമൂഹത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷവും തകർക്കുന്ന വിഷം കലർത്തുന്ന പ്രസ്താവനകളാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി വരുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഹിന്ദുത്വ സംഘപരിവാർ എന്നതിനേക്കാൾ അപ്പുറം ഈ CPM-ന് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന, കേരളത്തിൽ ഹിന്ദുത്വ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന, സംഘപരിവാറിന് എല്ലാ അർത്ഥത്തിലും ഒത്താശ ചെയ്തു കൊടുക്കുന്ന, സംഘപരിവാറിന് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് എല്ലാ പൂച്ചെണ്ടുകളും നൽകിക്കൊണ്ട് സ്വീകരിക്കുന്ന, മഹാരാജ് ഭവനേക്കാൾ ഏറ്റവും കൂടുതൽ ശക്തിയും ഏറ്റവും കൂടുതൽ 24 hours തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നാഗ്പൂരിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നേരിട്ട് തന്നെ കണക്ഷനുള്ള കേരളത്തിന്റെ പാർട്ടി ഓഫീസ് സംഘപരിവാറിന്റെ ആലയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പ്രിയപ്പെട്ടവർ ഒരു സംശയവും നമ്മൾ വെക്കേണ്ടതില്ല. കാരണം നിരന്തരം അതാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം കർത്തൃത്വത്തിൽ രൂപപ്പെടുന്ന എന്തിനേയും വംശീയതയോട് കൂടിയിട്ട്, വംശീയ കണ്ണോട് കൂടിയിട്ട് കാണുക. ഈ അടുത്തൊരു വിവാദം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ അടുത്ത് ആൾക്കൂട്ട കൊലബക്ക് ഇരയായ അഷ്റഫ് എന്ന് പറയുന്ന വയനാട് ജില്ലയിലെ, അദ്ദേഹത്തിന്റെ സ്വന്തം ജന്മനാട് മലപ്പുറം ജില്ലയിലെ പറപ്പൂരാണ്. അവിടുന്ന് അദ്ദേഹം വയനാട് ജില്ലയില് പുൽപ്പള്ളി സ്വദേശത്താണ് അദ്ദേഹത്തിന്റെ കുടുംബസമേതം താമസിച്ചിരുന്നത്. ഈ അഷ്റഫ് എന്ന് പറയുന്ന ഒരു യുവാവ്
ഒരു മുസ്ലിം യുവാവ്. അദ്ദേഹം മംഗലാപുരത്താണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജോലി ആവശ്യാർത്ഥം ഉണ്ടാവാറുള്ളത്. ചെറുതായിട്ട് ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരു യുവാവ. മാനസിക അസ്വസ്ഥം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല ദീനി നിഷ്ഠയുള്ള, അതുപോലെ തന്നെ ആരാധനകളിൽ കൃത്യമായ ബോധമുള്ള, ഉപജീവനം നടത്തുന്ന, സ്വന്തമായിട്ട് ആക്രി സാധനങ്ങൾ പൊറുക്കി അതൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തുണ്ടും സൂക്ഷിച്ചു വെച്ച് 2-3 മാസം കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ വരുമ്പം സ്വന്തം ഉമ്മയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്ന ഒരു മുസ്ലിം യുവാവ്. ആ മുസ്ലിം യുവാവിന് ചെറിയ സ്വഭാവത്തിലുള്ള ഒരു മാനസിക അസ്വസ്ഥമുണ്ട്. അദ്ദേഹം മംഗലാപുരത്ത് ടൗണിലൂടെയും മംഗലാപുരത്തെ പല റെയിൽവേ സ്റ്റേഷനിലൂടെയും ഒക്കെ ആക്രി സാധനങ്ങൾ തേടി പകലിൽ അന്വേഷിക്കും. രാത്രികാലങ്ങളിൽ പള്ളികളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും അദ്ദേഹം കടന്നുറങ്ങും. ചിട്ടയായിട്ട് ദീനീപരമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുന്ന ഒരു മുസ്ലിം യുവാവ്. ആ മുസ്ലിം യുവാവ് കഴിഞ്ഞ ഏപ്രിൽ അവസാനം മംഗലാപുരത്ത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഒരു കുറച്ച് ദാഹജലത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബോട്ടില് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടില് തൊട്ടടുത്തുള്ള ബോട്ടിലെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കടന്നു ചെന്നു. അങ്ങനെ വെള്ളം എടുത്ത് കുടിച്ച സമയത്താണ് ഈ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സംഘപരിവാറിന്റെ ആളുകൾ, ഈ ക്രിക്കറ്റ് കളിച്ചിരുന്ന ബജ്റംഗിന്റെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകർ വെള്ളം കുടിച്ചതിന്റെ പേരിൽ മാരകമായിട്ട് അഷ്റഫിനെ തല്ലിക്കൊന്നടക്കിയത്, ആൾക്കൂട്ട കൊലപാതകം നടത്തി കളഞ്ഞത്. ആൾക്കൂട്ട കൊലപാതകം നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ UP-യിൽ. എന്റെ വീട്ടില് ബീഫ് സൂക്ഷിച്ചു വെച്ച് എന്നതിന്റെ പേരിൽ അഖിലാഖ് ആൾക്കൂട്ട കൊലക്കിരയായിട്ടുണ്ട്. അഫ്രസുൽ ഖാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. UP-യിൽ നിരന്തരമായി കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തെന്ന ഹാഫിളായ ഒരു കൊച്ചു പയ്യൻ ജുനൈദ് എന്ന് പറയുന്ന പയ്യനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കിടെ ആൾക്കൂട്ട കൊല നടത്തി കൊന്നുകളഞ്ഞിട്ടുണ്ട്. ധാരാളം വാർത്തകൾ നമ്മൾ UP-യിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഹരിയാനയിൽ നിന്നും ആസാമിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, അതേ തന്നെ കേരളത്തോട് അതിർത്തി പങ്കിടുന്ന മംഗലാപുരത്ത് ഒരു മുസ്ലിം യുവാവിനെ പകലില് ദാഹവെള്ളം കുടിച്ചതിന്റെ പേരിൽ, കുടിവെള്ളം ഒരൽപ്പം തൊണ്ട നനച്ചതിന്റെ പേരിൽ അവിടുത്തെ ബജ്റംഗ് RSS പ്രവർത്തകർ ക്രൂരമായിട്ട് കൊന്നൊടുക്കി. എന്നിട്ടോ കൊന്നൊടുക്കിയിട്ട് 2 മണിക്കൂറോളം ഈ ചെറുപ്പക്കാരനെ, യുവാവിനെ അവരുടെ ആ വിജനമായ സ്ഥലത്ത് അവർ ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും കളി തുടങ്ങി. സംഘപരിവാറിന് മനുഷ്യത്തല്ല, ആൾക്കാർ കണ്ടിരിക്കെ തന്നെയാണ് പെട്രോൾ ഒഴിച്ചുകൊണ്ട് കൊന്നുകളയ. ആൾക്കാർ നോക്കി നിൽക്കെ പട്ടാപകൽ തന്നെയാണ് വീട് കത്തിപ്പൊളിച്ചുകൊണ്ട് അവര് ബീഫ് സൂക്ഷിച്ചെന്ന പേരിൽ ആളുകളെ മുഴുവൻ കന്നുകളയ. ഇവർക്ക് ഒരിക്കലും മനുഷ്യപ്പറ്റില്ല. എന്നിട്ട് ഈ മനുഷ്യനെ, അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യനെ കൊന്ന്, ആ മനുഷ്യനെ കൊന്ന് റോട്ടിൽ 2 മണിക്കൂർ വിജനമായ സ്ഥലത്തിട്ടിട്ട് വീണ്ടും കളി തുടങ്ങി. ആളുകൾക്ക് ആർക്കോ ഒരു ദയ തോന്നിയിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കിടത്തി. ഒരു അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് പരിസരത്ത് ആളുകൾ മുഴുവൻ ആക്രി പൊറുക്കി ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം മലയാളിയാണ് എന്നും കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എന്നും ഒരു മുസ്ലിം യുവാവാണ് എന്നുള്ള വിവരം കിട്ടുന്നത്. കുടുംബത്തെ വിളിച്ചുകൊണ്ട് മംഗലാപുരത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ചെന്ന് നോക്കിയപ്പോഴാണ് യാഥാർത്ഥ്യം അറിയുന്നത്. ആൾക്കൂട്ടം ഒന്നായിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നിട്ടോ കൊന്നുകളഞ്ഞതിന് ശേഷം ഇവര് പറഞ്ഞു, ഞങ്ങൾ കൊല്ലാനുണ്ടായ കാരണം ഞങ്ങളുടെ മുമ്പിൽ ഇവൻ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു. വളരെ എളുപ്പമാണ്, ആളുകൾ മുഴുവൻ അത് വിശ്വസിക്കും. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചാൽ ആളുകൾ മുഴുവൻ അത് വിശ്വസിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആളുകൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി തന്നെ ആ അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം യുവാവ് കൊല്ലപ്പെടാനുണ്ടായ കാരണം അവൻ മംഗലാപുരം മങ്ങാടിയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വാർത്ത പോകുന്ന ഒരു രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഏത് ആത്മ വിശ്വസിക്കും. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആ വിഷയം ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ചെന്ന് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. നിങ്ങൾക്കറിയോ, ഈ മുസ്ലിം ചെറുപ്പക്കാരനെ മുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തി ധരിച്ച വസ്ത്രം മുഴുവൻ ഊരി മാറ്റിയിട്ട് വിവസ്ത്രനാക്കിയിട്ട് മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെട്ടു, വസ്ത്രദാനത്തിലൂടെ ബോധ്യപ്പെട്ടു. എന്നിട്ട് ഈ മനുഷ്യനെ മുഴുവൻ ക്രൂരമായിട്ട് തല്ലിക്കൊന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മംഗലാപുരത്ത് സന്ദർശിച്ചു.
സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് പുൽപ്പള്ളി വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പോയി സംസാരിച്ചു. അഷ്റഫ് ആരായിരുന്നു എന്നുള്ള കൃത്യമായ വിവരം കിട്ടി. ഇവിടെ വന്ന് മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ പറപ്പൂരിൽ സോളിഡാരിറ്റി പ്രതിഷേധ പരിപാടി നടത്തി. ഇങ്ങനെയൊക്കെ ഈ വിഷയത്തെ സംഘപരിവാർ നടത്തിയ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ ഈ അഷ്റഫ് എന്ന് പറയുന്ന ഈ മുസ്ലിം ചെറുപ്പക്കാരനും അവന്റെ കുടുംബത്തിനും മാന്യമായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ സോളിഡാരിറ്റി തീരുമാനിച്ചു. ഇതിൽ പ്രതിചേർക്കപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും ഈ സർക്കാർ ശിക്ഷിക്കണമെന്ന് സർക്കാരിനോട് സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ സംഭവത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ സംഘപരിവാറിന്റെ കർണാടകയിലെയും ദക്ഷിണ കന്നഡ ജില്ലയിലെയും നേതാക്കന്മാർ, RSSന്റെ ഉന്നതന്മാർ, ഈ കേസിലകപ്പെട്ട മുഴുവൻ ആളുകളെയും മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു. ഇങ്ങനെ പോയപ്പോഴാണ് ഇവിടുന്ന് ഒരു പ്രസ്താവന. സംഘപരിവാർ പോലും അത് പറയില്ല. എന്തിനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മംഗലാപുരത്ത് ഒരു വിഷയത്തിൽ കേരളത്തിൽ ഇങ്ങനെ പ്രതിഷേധ പരിപാടി നടത്തുന്നത് എന്നത്? എന്തിനാണ് പുൽപ്പള്ളിയിലും മലപ്പുറം ജില്ലയിലും പ്രതിഷേധ പരിപാടി നടത്തുന്നത്? കൂട്ടരെ, നിങ്ങൾ അറിയണം, RSS നടത്തിയൊരു ആൾക്കൂട്ട കൊലപാതകത്തെ ന്യൂനീകരിച്ചെടുക്കുന്നത് എவ்விധമാണ്. RSSനെതിരെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയ RSSനെതിരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലപാട് പ്രഖ്യാപിച്ചപ്പം തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് കേരളത്തിന്റെ പുറത്തുള്ള ഒരു വിഷയത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ പ്രതിഷേധ പരിപാടി നടത്തുന്നത് എന്നുള്ളത്? സോളിഡാരിറ്റിക്ക് എല്ലാം വിഷയമാണ്. സംഘപരിവാർ നേടുന്നത് പോലെ തന്നെ ഇപ്പം ഹിന്ദുത്വ CPM-നെ നേരിടാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയിച്ചു നോക്ക്, പലപ്പോഴും ഞങ്ങൾക്ക് വോട്ടുണ്ടാവുന്നതിന് വേണ്ടിയിട്ടും രാഷ്ട്രീയമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടും ഇവിടെ പല ആവിഷ്കാരങ്ങൾ നടത്തലുണ്ട്. എന്തിനാണ് ഇവിടുത്തെ ഡിഫിന്റെ കുട്ടികളും ഇവിടുത്തെ CPM-ന്റെ ഹിന്ദുത്വ CPM പേറുന്ന ആശയം പേറുന്ന CPM-ന്റെ ആളുകളും എന്തിനാണ് ഏതെങ്കിലും കാടുകൾ ഈ കത്തിയെറിയുമ്പം, ബ്രസീലിലെയും അമേരിക്കയിലും കാടുകളൊക്കെ കത്തിയെറിയുമ്പം ഡൽഹിയിൽ പോയിട്ട് പ്രതിഷേധ പരിപാടി നടത്തുന്നത്? എന്തിനാണ് ഫലസ്തീനു വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്തപ്പം ഞങ്ങളൊക്കെ വലിയ ഫലസ്തീന്റെ ആളുകളാണ്, ഫലസ്തീനാണ് ഐക്യപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീന്റെ കഫിയ മുതച്ചത്? ഞങ്ങളൊക്കെ വലിയ രാജ്യത്തെ ഏത് പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടുന്ന ആളുകളാണ്, അന്തർദേശീയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് നിലപാടുള്ള ആളുകളാണ്. ഇതെന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തും അകത്തുമുള്ള വിഷയങ്ങളിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇടപെടുമ്പോഴേക്ക് എന്തിനാണ് നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത്? എന്തിനാണ് സംഘപരിവാറിന്റെ അതേ നിലപാട് ഇവിടുത്തെ CPM എടുക്കുന്നത്? എന്തിനാണ് CPM-ന്റെ സൈബർ ഗുണ്ടകൾ ഇതിന്റെ പേരിൽ എന്തിനാണ് മുസ്ലിം സമുദായത്തെ മുഴുവൻ താലിബാനിസ്റ്റുകളാക്കുന്നത്, വർഗീയവാദികളാക്കുന്നത്? എന്തിനാണ് CPM-ന്റെ സൈബർ ഗുണ്ടകൾ മുഴുവൻ മുസ്ലിം സമുദായത്തെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് വിഷലിപ്തമായ സ്വഭാവത്തിൽ മുസ്ലിം വിരുദ്ധത, പേടിയും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്നത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ മലബാറില് ഇതുപോലെ തന്നെ ഈ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഒരു കടന്നു വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈവേ വികസനത്തിന്റെ പേരിൽ നമുക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ വീട് നഷ്ടപ്പെടുന്ന ആളുകൾ, സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ സമരവും പ്രക്ഷോഭമായിട്ട് വന്നു. മനുഷ്യർ മുഴുവൻ എഴുന്നേറ്റു, ഞങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം, ഞങ്ങളുടെ വീടിലും ഞങ്ങളുടെ വസ്തുവിലൂടെയും ഞങ്ങളുടെ പറമ്പിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാന്യമായ സ്വഭാവത്തിൽ ഇതിന്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. ഈ സമരം നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ഈ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എന്തിനാണ് അഷ്റഫിന്റെ പരിപാടി? ഈ അഷ്റഫിന്റെ പരിപാടി അത് തീവ്രവാദികൾ നടത്തുന്ന പരിപാടിയാക്കി ചിത്രീകരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, മുസ്ലിം കർത്തൃത്വത്തിലുള്ള എന്ത് നടക്കുമ്പോഴേക്കും അതിനെ മുഴുവൻ വിഷലിപ്തമായ സ്വഭാവത്തിൽ പ്രസ്താവന ഇറക്കി. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികള് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയും ഒരു സംശയത്തോട് കൂടിയിട്ട് കാണുക. എന്നിട്ട് പറയാ, അങ്ങ് ഡൽഹിയില് ഇവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ നിന്നും കോഴിക്കോട് നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ധാരാളക്കണക്കിന് മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം യുവാക്കളും പോകുന്നുണ്ട്. എന്നിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, കേരളത്തിൽ വന്നിട്ട് മുസ്ലിം കർത്തൃത്വത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടക്കുമ്പോൾ
മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇടപെടൽ നടക്കുമ്പോൾ, ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയമായ ഇഷ്യൂകൾ മുസ്ലിം സമുദായം ഏറ്റെടുക്കുമ്പോൾ അപ്പോഴേക്കും പ്രസ്ഥാനങ്ങൾ വരും. മുസ്ലിം പ്രദേശം, ആ പ്രദേശത്തെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവിടെയുള്ള ആളുകൾ കുറച്ച് അപകടകാരികളാണ്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൽ പെട്ടതാണ് ഈരാറ്റുപേട്ട പ്രദേശം. അതിൽ പെട്ടതാണ് എറണാകുളം ജില്ലയിലെ ഒരു പ്രത്യേകമായ പ്രദേശം, പാനായിക്കുളം പ്രദേശം. അതിൽ പെട്ടതാണ് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന പ്രദേശം. അതിൽ പെട്ടതാണ് കാസർഗോഡ് എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തെ മുസ്ലിങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ പ്രത്യേകം മാനേജ് ചെയ്യണം. അവര് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരും തീവ്രവാദികളുമാണ്. അവർക്ക് ബന്ധം വലിയ IAS കൊണ്ട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് മുസ്ലിം മതസംഘടനകൾ, ആ സംഘടനകളെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രസ്താവനകൾ നടത്തുക. മുസ്ലിങ്ങളിൽ കൂടുതൽ പ്രസവിക്കുന്നവരാണ്, പന്നി പ്രസവിക്കുന്ന പോലെ പ്രസവിക്കുന്നവരാണ്. ഇനി എങ്ങാനും മുസ്ലിങ്ങളുടെ കർത്തൃത്വത്തിൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, സാക്ഷാൽ വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയ സമയത്ത് തന്നെ പറഞ്ഞില്ലേ, അവിടങ്ങളിലെ മുസ്ലിം ലീഗിന്റെ പതാകന്നൊപ്പം ആ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രചരിച്ചില്ലേ, പാകിസ്ഥാന്റെ പതാകയാണ് ഇതാ ഇവിടെ പാറിക്കളിക്കുന്നു എന്നുള്ളത്. സോണിയാഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും ജയിച്ചപ്പോൾ ഇവിടുത്തെ തീവ്രവാദികളും മുസ്ലിം വിഭാഗത്തിന്റെയും വോട്ട് വാങ്ങിയിട്ട് അവർ ജയിച്ചത്. എന്തിനങ്ങനെ പ്രസ്താവന പറയേണ്ട ആവശ്യം? അതുകൊണ്ട് ഇതുകൊണ്ട് മുസ്ലിങ്ങളിൽ നിന്നുള്ള മുസ്ലിം കർത്തൃത്വത്തിലും മുസ്ലിം ആലോചനകളിലും നടക്കുന്ന രാഷ്ട്രീയമായ ഉണർവുകളെ, സാമൂഹ്യമായ ഉണർവുകളെ മുഴുവൻ അപകടം പിടിച്ചതാണ് എന്ന് വരുത്തുക. അതിനെ മുഴുവൻ സംശയത്തോടു കൂടി കാണുക. എന്നിട്ട് പേടി ഉൽപ്പാദിപ്പിക്കുക, ഭയം ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് സോളിഡാരിറ്റി പറയുന്നത്. ഇതിനെ നിങ്ങൾ തിരിച്ചറിയണം. CPM-ന്റെ ഈ ഹിന്ദുത്വ അജണ്ടകളെ നമ്മൾ തിരിച്ചറിയണം. ഇനി നോക്കൂ നിങ്ങൾ, CPM-ഉം RSS-ഉം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ അതിലേക്ക് വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. CPM-ഉം RSS-നും ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കിയതല്ല, നമ്മളാരും പറഞ്ഞതല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ശ്രീമാൻ ഗോവിന്ദ മാഷ് തന്നെ അത് പറഞ്ഞതാ. ഞങ്ങൾ ഇവിടുത്തെ RSS-നായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആരും അത് ഏറ്റു പറഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇവിടെ നടന്നല്ലോ. ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധി, ഈ ഇടതുപക്ഷം പ്രത്യേകിച്ച് പിണറായി, അദ്ദേഹം ഒരു പ്രയോഗം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, പിണറായിസം എന്ന് പറയുന്ന പ്രയോഗം. കേരളത്തിൽ അതിന്റെ മുമ്പ് അങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയുള്ള ഒരു MLA ആണ് നിരന്തരമായിട്ട് ഒരു 3-4 മാസം കേരളത്തിന്റെ ഭരണകൂടം, പിണറായി നേതൃത്വം നൽകുന്ന ഭരണകൂടം, CPM നേതൃത്വം നൽകുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ എല്ലാ ബന്ധവും ഇവിടുത്തെ സംഘപരിവാർ RSS BJP ഭരണകൂടത്തോടാണ് എന്നുള്ളത്. ഏറ്റവും വലിയ ബന്ധം അതാണ് എന്നുള്ളത്. എന്നിട്ടോ അതിന്റെ പേരിലാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ഇലക്ഷന് ശേഷം ബൈ ഇലക്ഷനിൽ ഈ LDF-ന് പരാജയം സംഭവിച്ചു. UDF വിജയിച്ചു. വിജയിച്ചതിന് ശേഷം ഇലക്ഷന് ശേഷമുള്ള പ്രസ്താവനകൾ നോക്കൂ. ആ പ്രസ്താവനകളിൽ തന്നെ നല്ല രസകരമായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പ്രസ്താവനകളിൽ തന്നെ ഇവിടുന്ന് ഗോവിന്ദ മാഷ് പറയുന്ന അതേ സ്വരത്തിൽ തന്നെ, AKG സെന്ററിന് ഗോവിന്ദ മാഷ് പറയുന്ന അതേ സ്വരത്തിൽ തന്നെയാണ് മാരാജി ഭവനിൽ നിന്നും രാജീവ് സംഘടനയുടെയും പ്രസ്താവന. രണ്ടും ഒന്നാവാണ്, ഒരേ സ്റ്റൈലിലാവാണ്. പറയാണ് തീവ്രവാദികളുടെ പിന്തുണയോട് കൂടിയിട്ട് UDF ജയിച്ചു. ഇവിടുത്തെ ചന്ദ്രശേഖരന്മാർ പറഞ്ഞ് തീവ്രവാദികളുടെ പിന്തുണയോട് കൂടിയിട്ട് UDF നിലമ്പൂരിൽ ജയിച്ചു. മുസ്ലിങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് UDF നിലമ്പൂരിൽ വിജയിച്ചു. എങ്ങനെയാ ഗോവിന്ദ മാഷ പ്രസ്താവനയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയും ഒന്നാവുന്നത്? എവിടുന്നാണ് തലച്ചോറ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നാഗ്പൂരിൽ നിന്നാണ് ഈ സർക്കുലർ വരുന്നത്. മുസ്ലിം ഭീതി ഉണ്ടാക്കുക, വെറുതെ മുസ്ലിം ഭീതി ഉണ്ടാക്കുക, മുസ്ലിം സമുദായത്തിനിടയിൽ ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കുക. പറഞ്ഞില്ലേ, വോട്ട് ചെയ്യാത്ത ആളുകൾ, ആ വോട്ട് ചെയ്യാത്ത ആളുകള് അവരാണ് ഏറ്റവും നല്ല മുസ്ലിങ്ങൾ. UDF-ന് വോട്ട് ചെയ്യാത്ത ആളുകളാണ് ഏറ്റവും നല്ല മുസ്ലിങ്ങൾ. മത്സരിച്ച സ്ഥാനാർത്ഥി പരന്ന വായനക്കാരനാണല്ലോ, നല്ല പരന്ന വായനക്കാരനാണ്. അങ്ങനെ പുസ്തകമൊക്കെ എഴുതിയിട്ട് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നില്ല. ആൾ അവാർഡൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. നിഷേധിക്കാനുള്ള കാരണമുണ്ട്.
പുസ്തകം തന്റെ പേരിലാണെങ്കിലും പുസ്തകത്തിലുള്ളത് മുഴുവൻ അവിടുന്ന് ഇവിടുന്ന് വലിച്ചിട്ട കാര്യങ്ങളാണ്. വിശേഷിപ്പിക്കുന്നത് ഞാൻ പരന്ന വായനക്കാരനാണെന്നുള്ളതാണ്. ശരിയാണ്, അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം അയാൾ നടത്തിയ ഒരു വിഷലിപ്തമായ പ്രസ്താവന ഉണ്ട്. നിങ്ങൾക്കറിയുമോ ഇസ്ലാമിക സംഘപരിവാർ എന്ന് പറയുന്നത്? ഇസ്ലാമിക സംഘപരിവാർ എന്ന് പറയുന്നത് എന്താ? അതിന്റെ അർത്ഥം ഇവിടുത്തെ ഇസ്ലാമിക സംഘപരിവാറും അതുപോലെ തന്നെ ഹിന്ദുത്വ താലിബാനികളും എന്ത് അപകടകരമായ പ്രസ്താവനയാണത്. RSSുമായി കൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ന്യൂനീകരിക്കുകയാണ്. മുസ്ലിം സമുദായം, ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇവിടുത്തെ സംസ്ഥാനം പ്രതിനിധീകരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, ഇവിടുത്തെ സലഫി മൂവ്മെന്റിനെ പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ വിവിധ ഗ്രൂപ്പുകൾ, സംഘടനകളെ, ഇവരൊക്കെ ഇസ്ലാമിക സംഘപരിവാറത്തിന്റെ ആളുകളാണ്. ഇവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് RSSന്റെയും CPMന്റെയും ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് അഭിമാനത്തോടു കൂടി തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കഴിഞ്ഞ് നമ്മൾ കണ്ടു. ഈ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ഇപ്പൊ 5-6 മാസം കഴിഞ്ഞാൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ മുമ്പിലാണ് ഈ കേരളത്തിന് ഒരു പ്രത്യേകമായ ഒരു ക്യാപ്ഷൻ കേരളത്തിന് പരിചയപ്പെടുത്തിയത്. ഒരു പ്രത്യേകമായി കൊണ്ടുള്ള ഒരു ക്യാപ്ഷൻ, കേരളം അപകടകരമായ അവസ്ഥയിൽ ഇനി മുസ്ലിങ്ങൾ അധികാരത്തിൽ വരാൻ പോകും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിലെ ഹസനും കുഞ്ഞാലിക്കുട്ടിയും അമീർ ഉൾപ്പെടുന്ന ഈ ത്രിമൂർത്തികൾ, ആ ത്രിമൂർത്തികൾ കേരളം പിടിക്കാൻ പോവുകയാണ്. ഭയങ്കര അപകടകരമായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനെ ഇപ്പൊ അതുപോലെ തന്നെ വിഷലിപ്തമായ പ്രസ്താവനയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ലഹരിമുക്തിന് വേണ്ടിയിട്ടാണ് ഈ സൂംബ ഡാൻസ് ഒക്കെ ഇപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? യഥാർത്ഥത്തിൽ സൂംബ ഡാൻസ് നടത്തേണ്ടത് ചിലപ്പം ഈ മഹാരാജാസ് കോളേജിലെയും അതുപോലത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെയും കുട്ടികളെ മുമ്പിൽ ആദ്യം പഠിപ്പിക്കണം. SFI കുട്ടികളുടെ മുമ്പിൽ പഠിക്കണം. ശുദ്ധമായ ക്രിമിനലുകളാണ് ക്യാമ്പസിലെ SFI എന്ന് പറയുന്നത്. ഇദ്ദേഹത്തോടെന്ന് പറയണം. ഇദ്ദേഹത്തെ നേരത്തെ പിടിക്കപ്പെട്ടിട്ടുണ്ട് പല തവണയും. എന്തിനു വേണ്ടിയിട്ട്? കഞ്ചാവ് കടത്തിന്റെ പേരിലും കഞ്ചാവ് കയ്യിൽ വെച്ചതിന്റെ പേരിലും അതിനു വേണ്ടിയിട്ട് ഗുണ്ടാസംഘങ്ങളെ തട്ടിയെടുത്തതിന്റെ പേരിലും ഒക്കെ ഇങ്ങനെ പ്രസ്താവന നടത്തുന്ന ആളുകൾ, ഇവരോടാ പറയേണ്ടത് നിങ്ങളാദ്യം സൂംബ ഡാൻസ് നടത്തണം. ഇതുപോലെ അപ്പം ഈ ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ഇതുപോലെയുള്ള ആശയങ്ങളെ കടത്തിക്കൂട്ടിയിട്ട് ഇതിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ ചമയേണ്ടതില്ല. അതേസമയം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ തന്നെ ഈ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ചു കാലങ്ങളായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ധാരാളമായിട്ടുണ്ടായി. മലപ്പുറം നേരത്തെ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂര് വന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഞാൻ ചോദിക്കട്ടെ, ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും CPM എന്തെങ്കിലും അതിനുശേഷം വെള്ളാപ്പള്ളിയെ നിഷേധിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? ഇങ്ങനത്തെ സംശയങ്ങള് ഈ സമൂഹത്തോട് ചോദിക്കുമ്പോഴാണ് ചോദിക്കുന്ന ആളുകൾ തീവ്രവാദികളും താലിബാനികളുമായിട്ട് ഇവര് മുദ്ര കുത്തുന്നത്. ഇതിനെ പേടിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏതായാലും തീരുമാനിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നിലമ്പൂർ ഒരു ബൈ ഇലക്ഷൻ നടന്നു. എന്തിന്റെ പേരില ബൈ ഇലക്ഷൻ നടന്നത്? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ML അൻവർ ഈ പിണറായിയുടെ സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള ഈ എല്ലാവിധത്തിലുള്ള മൗനസമ്മതവും കേരളത്തില് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നിടത്ത് പിണറായി കാണിക്കുന്ന ഏറ്റവും കൂടുതൽ വലിയൊരു ഭക്തിയും ശ്രദ്ധയുമുണ്ട്. അതിന് ചോദ്യം ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ അൻവർ കാണിച്ച ധീരത എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇന്ന് ADGP ആയിട്ട് കൊണ്ട് അജിത് കുമാറിനെ, ADGP ആയിരുന്ന അജിത് കുമാറിന് DGP ലിസ്റ്റിൽ ഇല്ലെങ്കിലും ഉടനെ തന്നെ എന്തെങ്കിലും അസിസ്റ്റായിട്ട് അദ്ദേഹത്തെ DGP പട്ടികയിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോക്സഭാ ഇലക്ഷന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ പിണറായി സർക്കാർ വഹിച്ചത് എത്രയാണ് എന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ നിലമ്പൂര് ബൈ ഇലക്ഷൻ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഈ മുസ്ലിം വിരുദ്ധ നിരന്തരമായിട്ട് വിസർജിച്ചുകൊണ്ടിരിക്കുന്ന, വെറുപ്പ് നിരന്തരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പല കാസ പോലെയുള്ള പല ഇവിടുത്തെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ക്രിസ്ത്യൻകളെ പ്രതികരിക്കുന്ന വിഭാഗത്തെ പോലും അടക്കി നിർത്താൻ യഥാർത്ഥത്തിൽ
പിണറായി ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, കേരളത്തില് ഈ രാജ്യത്ത് വഖഫ് പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട സമയത്ത് കേരളത്തിൽ എങ്ങനെയാണ് അതിനെ സർക്കാർ നേരിട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വഖഫ് നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഈ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടം, ആ ഭരണകൂടം രാജ്യത്ത് വഖഫ് പ്രക്ഷോഭങ്ങളുമായിക്കൊണ്ട് ആ ഭരണകൂടത്തിനെതിരെ രാജ്യസഭയിലും ലോകസഭയിലും ബില്ല് പാസാക്കിയെടുത്ത് നിയമം ചട്ടെടുത്ത് വഖഫ് ഭേദഗതി നിയമമായി വന്ന സമയത്ത് രാജ്യത്ത് മുഴുവൻ അതിനെതിരെ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പല സമരങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് സമരം. കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വഖഫ് പ്രക്ഷോഭങ്ങൾ നടത്തി. സോളിഡാരിറ്റി അന്നേ പറഞ്ഞു, ഈ വഖഫ് നിയമം ഇവിടെ നടപ്പിലാകുന്നതോടുകൂടി വംശീയ ഉന്മൂലനത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വഖഫ് നിയമം എന്ന് പറയുന്നത്. വഖഫ് നിയമം ഈ രാജ്യത്ത് വരുന്നതോട് കൂടിയിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ അന്തസ്സായിട്ട് നിന്നിരുന്ന മുസ്ലിങ്ങളുടെ പള്ളികൾ, മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, മുസ്ലിങ്ങളുടെ മദ്രസ സംവിധാനങ്ങൾ, മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകൾ ഒന്നായിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടം കൈയടക്കാൻ പോവുകയാണ്. അതിനെ പറ്റുന്ന വിധത്തിലാണ് ഈ നിയമത്തെ ചട്ടെടുത്തിട്ടുള്ളത്. രാജ്യസഭയും ലോകസഭയും ഈ ബില്ല് പാസാക്കിയെടുത്ത് നിയമമാക്കി ആക്റ്റായിക്കൊണ്ട് പ്രയോഗതലത്തിൽ ഇത് വരാൻ പോവുകയാണ്. അന്ന് രാജ്യത്ത് മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും, രാജ്യത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരിലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പല ആളുകളും വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിലും ലോകസഭയിലും നിരന്തരമായിട്ട് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നിന്നു. രാജ്യത്തിന്റെ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അടക്കം വഖഫ് പ്രക്ഷോഭത്തിൽ കൂട്ടം കൂടി നിന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് എന്താ എടുത്തത്? ഈ പ്രക്ഷോഭം നടത്തിയ ആളുകളെ മുഴുവൻ കേസെടുത്തുകൊണ്ട്, ക്രൂരമായി തല്ലിത്തകച്ചുകൊണ്ട്, മാരകമായി പരിക്കേൽപ്പിച്ചുകൊണ്ട്, വഖഫ് പ്രക്ഷോഭം പ്രതീകാത്മകമായിക്കൊണ്ട് കോഴിക്കോട് അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് പ്രക്ഷോഭത്തിന് വേണ്ടി രാജ്യത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് വളരെ സമാധാനപൂർവം മാർച്ച് നടത്തി, പ്രതിഷേധ മാർച്ച്. കാരണം രാജ്യത്ത് മുഴുവൻ CAA NRC കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് സമരങ്ങൾ മുഖമൂലകളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമരങ്ങളായിട്ട് പ്രക്ഷോഭങ്ങളായിട്ട് മാറിയപ്പം അതുപോലത്തെ ഒരു സമരം ഇതാ വഖഫിന്റെ വിഷയത്തിൽ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്നു എന്ന സമയത്ത് കേരളത്തിലും ആ സമരത്തെ ഇവിടുത്തെ പിണറായിയുടെ പോലീസ് എങ്ങനെയാണ് നേരിട്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നേരിട്ടത്? ഭീതികരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആ സമരത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും തല്ലിത്തതച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് വഖഫ് സമരത്തെ ഇവിടുത്തെ പിണറായിയുടെ പോലീസ് നേരിട്ടു. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഇവിടുത്തെ CPM, ഈ രാജ്യം ഭരിക്കുന്ന CPM, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഭരണകൂടം ഹിന്ദുത്വാശയങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധതയും അതുപോലെ തന്നെ ഇസ്ലാം പേടിയും മുസ്ലിം പേടിയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹെയ്റ്റ് ക്യാമ്പയിനാണ്, വെറുപ്പുൽപാദിപ്പിക്കുന്ന ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്, ഈ രാജ്യം കേരളം എന്ന് പറയുന്നത് ഒരു കുട്ടി പാകിസ്ഥാൻ ആയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നു, കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങൾക്ക് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഈ പ്രസ്താവനകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന യഥാർത്ഥത്തിൽ ഇവിടുത്തെ CPM നേതൃത്വം നൽകുന്ന ഭരണകൂടമാണ്. നിങ്ങൾക്കറിയുമോ, ഈ UP ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ലവ് ജിഹാദ് നടപ്പിലാകുന്നു എന്ന് പറഞ്ഞതാരാ? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. ലവ് ജിഹാദ് നടപ്പിലാക്കുന്നു. അതിനെ ഏറ്റവും കൂടുതൽ വലിയ സ്വഭാവത്തിൽ ഏറ്റുപിടിച്ചതാരാ? RSSന്റെ കേരളത്തിന്റെ പുറത്തുള്ള നേതാക്കന്മാരാണ്. അപ്പൊ കേരളത്തിന്റെ ഇവിടുത്തെ CPM
ഹിന്ദുത്വാശയങ്ങൾക്ക് കോണി വെച്ചു കൊടുക്കുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇതിനെ തിരിച്ചറിയണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇലക്ഷന്റെ സമയത്ത് തന്നെ CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ, വിജയരാഘവനെ പോലെയുള്ള ആളുകൾ വായ തുറന്നാൽ തന്നെ മുസ്ലിം വിരുദ്ധത ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ, ആ CPM-ന്റെ നേതാക്കന്മാർ അഭിമാനത്തോടു കൂടിയിട്ടാ പറഞ്ഞത്, ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വം പേറുന്ന ഇവിടുത്തെ മുസ്ലിം ഹിന്ദു സംഘടനകളുടെ തീവ്ര ഹിന്ദുത്വാശയം പേറുന്ന ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ പിന്തുണ നിലമ്പൂർ ഇലക്ഷനിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക. ഇതിനെ കുറിച്ചിട്ടൊന്നും ആർക്കും സംസാരമല്ല. വിജയിച്ചു കഴിഞ്ഞപ്പം UDF വിജയിച്ചു കഴിഞ്ഞപ്പം ഇവിടുത്തെ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, എന്തിനേയും പെട്ടെന്ന് തന്നെ ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരു അഭരണ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. മുസ്ലിം ഭീതി ഉണ്ടാക്കിയെടുത്താൽ മതി. അതുകൊണ്ട് ഞങ്ങളുടെ അക്രമം നടത്തുകയാണെങ്കിൽ ആ അക്രമത്തിന്റെ പേരിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ മതി, ഞങ്ങൾ രക്ഷപ്പെടും. കാരണം ഏറ്റവും വളരെ വേഗത്തിൽ ചെലവാകുന്ന ഒരു കാര്യമാണ് മാഷാ അല്ലാഹ് സ്റ്റിക്കർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇവിടുത്തെ വോട്ടിനിടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞങ്ങള് ഒരു പണി തുടങ്ങാൻ പോവുകയാണ്. വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കണം. അതുകൊണ്ട് അതിന് പറ്റുന്ന ഒന്നാണ് ഞങ്ങൾക്ക് ഒരു കാഫിർ സ്ക്രീൻഷോട്ട്. അതിന്റെ പേരിൽ എത്രമാത്രമാണ് ഈ മുസ്ലിം സമുദായം പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? ഇവിടുത്തെ CPM ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹിന്ദുത്വ അജണ്ടകൾ പേറിക്കൊണ്ട് CPM ഈ രാജ്യത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഘപരിവാറിന്റെ എല്ലാ പദ്ധതികളും വളരെ വേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമായിട്ട് ഇവിടുത്തെ CPM മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും സംഘപരിവാറുകാര് പ്രതികളാക്കപ്പെട്ട ഏതെങ്കിലും സംസാരത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CPM പറയുന്നത് നമുക്കറിയാമല്ലോ. കാസർഗോഡ് ജില്ലയിലെ ചൂരി പള്ളിയിൽ കിടന്നിറങ്ങുന്ന ഒരു മൗലവി, ആ മൗലവി രാത്രി തന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ മൗലവിയാണ് രാത്രിയിൽ ആ പള്ളിയുടെ ഗേറ്റ് തുറന്ന് വാതില് ചവിട്ടി തുറന്ന് ഉസ്താദ് പള്ളിയിലെ മൗലവി കിടന്നിറങ്ങുന്ന, റിയാസ് മൗലവി കിടന്നിറങ്ങുന്ന ബെഡ്റൂം, ആ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് കുത്തിപ്പൊളിച്ച് ഉള്ളിൽ കയറിയിട്ട് സംഘപരിവാറിന്റെ ആൾക്കൂട്ടം ആ മൗലവിയെ പള്ളിയിൽ വെച്ചിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ നടത്താൻ ഏറ്റവും നല്ല ഒരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് ആ കേസ് നടത്താൻ, ആ മൗലവിക്കും മൗലവിന്റെ കുടുംബത്തിനും മാന്യമായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ, അതിന് പ്രതിചേർക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? കൊടിഞ്ഞി ഫൈസൽ, ഈ രാജ്യം നമുക്കറിയാം, ഏതൊരാൾക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം, നമുക്ക് പ്രബോധനം നടത്താം, എങ്ങനെയും നമുക്ക് പ്രബോധന പ്രചാരണങ്ങൾ നടത്താം, ഒരു മതമില്ലാതെ ജീവിക്കാം. ഈ ഫൈസൽ ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം പാതിരാത്രിയിൽ തന്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വരുന്ന ബന്ധുക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബൈക്കെടുത്ത് പോകുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ സംഘപരിവാർ ക്രൂരമായിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ കേസ് ഇപ്പൊ എവിടെയുള്ളത്? ആ പ്രതികൾ ഇപ്പൊ എവിടെയുള്ളത്? ആ പ്രതികളെ ഞങ്ങൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് അവര് പറഞ്ഞിട്ടും ആ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇവിടുത്തെ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് CPM അത് ചെയ്യാത്തത്? നേരെ ഇപ്പുറത്ത് എന്താണ് ഒരു സമുദായത്തെ മുഴുവൻ CPM കൈകാര്യം ചെയ്യുന്ന രീതിയാ ഈ അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വംശീയത എത്രമാത്രമുള്ള ഈ വംശീയ ബോധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ലോകത്ത് നേതൃത്വം നൽകുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ അത് ഒന്നാം നമ്പറാണ് ലോകത്തെ ചട്ടമ്പി രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ട്രംപും നെതന്യാഹുമെങ്കിൽ, അതിന്റെ തുല്യതയിൽ നിൽക്കുന്നവനാണ് ഇവിടുത്തെ സാക്ഷാൽ മോഡിയെങ്കിൽ, ഈ ആശയങ്ങൾ അതിവേഗം തന്നെ ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തെ ഞങ്ങൾക്ക് വീണ്ടും അധികാരം ലഭിക്കുന്നതിന് വേണ്ടി ടൂളായി ഉപയോഗിക്കുന്ന ഒന്നാണ് മുസ്ലിം വിരുദ്ധത എങ്കിൽ,
വംശീയ വെറിയെങ്കിൽ, വംശീയത എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, അത് കേരളത്തിന്റെ മണ്ണിലാണെങ്കിലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സന്നദ്ധമാണ് എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, വംശീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമം, വംശീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്ത് തിരിച്ചെന്താണ് നമുക്ക് പകരം നൽകാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും മാനവികത നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയും ഒരു സാമൂഹിക ക്രമവും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. സോളിഡാരിറ്റിയുടെ ദൗത്യം എന്ന് പറയുന്നത് നീതിയിൽ അധിഷ്ഠിതമായ, സാഹോദര്യത്തിലധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയും ഒരു സാമൂഹിക ചുറ്റുപാടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു ലക്ഷ്യമായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, അതിന് പ്രചോദനമുണ്ട്, ഇതിനൊരു ആശയവും ആദർശവുമുണ്ട്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ഈ സമൂഹത്തിൽ നിന്ന് പിന്നോക്കം പോയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടാവും. നമുക്കറിയാം, ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങൾ, മുസ്ലിം സമുദായം, ദലിത് ആദിവാസി സമുദായം, ഇവിടുത്തെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം. ആ സമുദായങ്ങൾക്ക് വേണ്ടി, ആ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അതാണ് നീതി എന്ന് മനസ്സിലാക്കി, ന്യായമായ പോരാട്ടം അതിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ സർക്കാർ കണക്കുകൾ എടുക്കുക. ഈ സർക്കാർ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിലും ഉള്ള പിന്നോക്ക സമുദായത്തിന്റെ പ്രാതിനിധ്യം എത്ര, മുസ്ലിം പ്രാതിനിധ്യം എത്ര, ദലിത് പിന്നോക്കക്കാർ, ദലിത് കമ്മ്യൂണിറ്റിയിലെ പ്രാതിനിധ്യം എത്ര, ഇവിടുത്തെ ഉന്നത ജാതിക്കാർ എന്ന് പറയുന്ന സവർണരായ ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിനും ആദിവാസി വിഭാഗത്തിനും കിട്ടേണ്ടുന്ന, ദലിത് കമ്മ്യൂണിറ്റിക്കും കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയെ ഇല്ലാതാക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരണം. എന്നിട്ട് പറയും, ന്യൂനപക്ഷങ്ങൾ അങ്ങനെ വർഗീയമായ സ്വഭാവത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, അതിവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെക്കും, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കൊന്നും മിണ്ടാൻ പാടില്ല. മുസ്ലിം സമുദായം ഇവിടെ അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, പ്രാതിനിധ്യം, സമുദായത്തിന് കിട്ടേണ്ടുന്ന പ്രാതിനിധ്യം, ആ പ്രാതിനിധ്യം തിരിച്ചു ഉണ്ടാക്കുന്നത് വരെ അതിനു വേണ്ടിയിട്ട് സമരങ്ങളായിട്ടും പ്രക്ഷോഭങ്ങളായിട്ടും ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ദൗത്യമാണ് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നുണ്ട്. സോളിഡാരിറ്റിക്ക് ഒരു ആശയതലമുണ്ട്, മുഴുവൻ മനുഷ്യരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ആശയതലമുണ്ട്. അത് ലോകത്ത് പ്രവാചകന്മാർ കാണിച്ചു തന്നൊരു ആശയതലമാണ്. ഒരു ദൗത്യമുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടി നേരാവിധം നിലകൊള്ളുന്നവരാവുക എന്ന ഒരു ഉണർത്തൽ, എന്ന ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ ആശയപരമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരു വിമോചന സ്വപ്നം കൂടി പേറുന്ന ഒരു ദർശനം, മനുഷ്യരുടെ എല്ലാ വിമോചന സാധ്യതകളെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനം ലോകത്ത് ഇതുപോലെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു. ഒരു വിമോചന പരതയുള്ള ഒരു ദർശനത്തെയും കൂടി മനുഷ്യരെ ചേർത്ത് വെക്കുന്ന, ഇവിടത്തെ ഏക ലോകത്ത് സമാധാനവും നീതിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദർശനത്തെ തന്നെയാണ് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തന ഉള്ളടക്കമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ടാണ് അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ പീഡിത ജനവിഭാഗത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടാത്തത്? നിങ്ങളുടെ കൂട്ടത്തിലെ മനുഷ്യർ, നിങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ, നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീജനങ്ങൾ, ഇവരെ സമൂഹത്തിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ഈ വിഭാഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ലോകത്ത് മനുഷ്യനെ നിരാകരിക്കുന്ന, മനുഷ്യത്തെ തന്നെ അവഗണിച്ചു കളയുന്ന ഏത് പ്രത്യയ ശാസ്ത്രങ്ങളോടും ദർശനങ്ങളോടും ഒരർത്ഥത്തിലും രാജിയാവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിക്കുകയില്ല.
അതുകൊണ്ടാണ് ഫലസ്തീനിലെ ജനങ്ങളെ സോളിഡാരിറ്റി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ ചെകുത്താനായ ഇസ്രായേലിനെതിരെ, നെതന്യാഹുവിനെതിരെ, വംശീയത പടച്ചുവിടുന്ന ലോകത്തെ ചെകുത്താനെതിരെ സോളിഡാരിറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങള് ഏകദേശം 630 ദിവസത്തോളമായി തുഫാനുൽ അഖ്സക്ക്, നമുക്കറിയാം, വേദനയോട് കൂടിയിട്ട് നമ്മൾ ഓർക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഏകദേശം ഈ കാലയളവിനുള്ളിൽ 60,000-ഓളം ആളുകൾ ഈ ഇസ്രായേലിന്റെ വംശപെറി പേറുന്ന, ഇസ്രായേൽ നേതൃത്വം നൽകുന്ന ലോകത്തെ ചട്ടമ്പി രാഷ്ട്രമായ, സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രായേലിന്റെ മർദ്ദനങ്ങളിലൂടെ, ഇസ്രായേലിന്റെ ആക്രമണങ്ങളിലൂടെ 60,000-ഓളം വരുന്ന ഫലസ്തീൻ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് കണക്കുണ്ട്. അതിൽ തന്നെ 17,000-ഓളം കുട്ടികളാണ്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഫലസ്തീനിലെ ഗസയിലെ ജനതയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്ത് ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ എവിടെയുണ്ടോ അവരോടൊപ്പം നിൽക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുന്ന് കാടൻ നിയമങ്ങൾ ചുമത്തി, മനുഷ്യാവകാശങ്ങൾ മുഴുവൻ ഹനിക്കപ്പെട്ട്, കള്ളക്കേസുകളിൽ ചുമത്തി അറസ്റ്റിലായ, UAPA ചുമത്തി അറസ്റ്റിലായ ഒരു പറ്റം യുവാക്കളുടെ നീതിക്ക് വേണ്ടിയിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ ഈ മുസ്ലിമായി എന്നതിന്റെ പേരിൽ, മുസ്ലിം യുവാവായി എന്നതിന്റെ പേരിൽ ഫാബ്രിക്കേറ്റഡ് കേസുകൾ അകപ്പെട്ട് നിരപരാധികളായ ആളുകൾ വിചാരണ തടവുകാരായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സോളിഡാരിറ്റി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ സോളിഡാരിറ്റി പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുതല മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ഈ രാജ്യത്തെ കിരാതരായ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ട്. ഒരു പറ്റം ചെറുപ്പത്തെ ആ അർത്ഥത്തിൽ തന്നെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുഹറം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മുഹറം മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷാരംഭം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷം കണക്കാക്കുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഹിജ്റയിൽ ഏറ്റവും പ്രത്യേകം പരാമർശിക്കേണ്ടുന്ന ഒന്നാണ് മൂസ അലൈഹിസ്സലാമയുടെ ഹിജ്റ എന്ന് പറയുന്നത്. ആരിൽ നിന്ന്? ഫിറഔനിൽ നിന്ന്. ഏകാധിപതിയായ ഫിറഔനിൽ നിന്ന് ഇസ്രായേൽ സമുദായത്തെ മോചിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് ഫലസ്തീനിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭം കൂടി ഈ മുഹറം മാസത്തിലെ ഒരു പ്രത്യേകതയാണ്. മൂസ അലൈഹിസ്സലാമയെ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ലോകത്ത് മനുഷ്യ വിഭജന പോരാട്ടത്തിൽ മൂസ അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. ആരോടുള്ള പോരാട്ടം? ഫിറഔനോടുള്ള പോരാട്ടം, ലോക ഫാസിസ്റ്റിനോടുള്ള പോരാട്ടം, ഏകാധിപതിയോടുള്ള പോരാട്ടം, തികഞ്ഞ വംശീയവാദിയോടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആ കാലഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാം ആയിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ, സംഭവങ്ങൾ നമുക്കറിയാം. പ്രവാചകനെ കുറിച്ചിട്ടും ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങളെ മുഴുവൻ ഇറക്കിക്കൊടുത്തുകൊണ്ട് മനുഷ്യന് ഏറ്റവും എളുപ്പം നൽകുക, മനുഷ്യകുലത്തിന് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന്, നിരാലംബതയിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുക. മനുഷ്യന് സ്വാതന്ത്ര്യം, മനുഷ്യരെ ഈക്വലായിട്ട് കാണുക, സമത്വത്തോടുകൂടി കാണുക. ഇവിടുത്തെ മനുഷ്യകുലത്തിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുക. നിങ്ങളുടെ മനുഷ്യർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്ന്, പാരതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിമോചനത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന പ്രവാചക ദൗത്യത്തിന് ഈ കാലഘട്ടത്തിൽ തുടർച്ച ഉണ്ടാക്കുന്നു എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഭരണകൂടത്തോട് നമ്മൾ ആ സ്വഭാവത്തിൽ തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം സമുദായം അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ആശയ പോരാട്ടമാണ്, ആദർശ പോരാട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ ദുർഘടമായ പാത?
എന്താണ് ദുർഘടമായ പാത എന്ന് നിങ്ങൾക്കറിയുമോ? ഫഖു റഖബ, അത് പിരടിയിൽ നിന്ന് മോചനമാണ്. മലമ്പാതകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന പണിയാണ്. അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞവന്, മനുഷ്യത്വത്തിന്റെ എല്ലാ പരിഗണനയിൽ നിന്നും പുറത്തു കടന്നവന്, അവന് മനുഷ്യനായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് കിട്ടേണ്ടുന്ന അവകാശങ്ങളിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരിക എന്ന പണിയാണ്. മണ്ണിനോടൊട്ടിപ്പോയ മനുഷ്യകുലത്തെ മുഴുവൻ അവരെ വിമോചിപ്പിച്ച് അവരെ ഈക്വലായിക്കൊണ്ട് മനുഷ്യന്റെ സമത്വത്തിലേക്ക് അവരെ പിടിച്ചു കൊണ്ടുവരിക എന്ന പണിയാണ് ഈ കാലഘട്ടം ഞങ്ങളോട്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ നാടിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആശയം ആവേണ്ടത് എന്ന ചോദ്യത്തിന്, നിങ്ങളുടെ ചിട്ടയായ വ്യവസ്ഥ എന്താവണം എന്ന ചോദ്യത്തിന്, ഈ ആശയത്തെയും മാനവികതയെയും നിങ്ങളുടെ ദീനിനെയും നിങ്ങൾ കളിയാക്കരുത്. ദീനിനെ കളിയാക്കുന്നവൻ നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഒരു പ്രാകൃതമായ ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ജീവനുള്ള മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന, ഒരു മനുഷ്യരെയും കള്ളിയും കോളങ്ങളിട്ടും വേർതിരിക്കാത്ത, യതീമുകളെ ആട്ടിയോടിക്കാത്തവൻ, യതീമുകളെ ചേർത്ത് പിടിക്കുന്നവൻ, അതാണ് ഏറ്റവും വലിയ വിമോചന പോരാട്ടം എന്ന് പഠിപ്പിച്ച ഒരാശയവും ആദർശവും ഉണ്ട്. ആശയത്തെയും ആദർശത്തെയുമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്ന് പറയാൻ പ്രിയപ്പെട്ടവര് ഞങ്ങൾ സന്നദ്ധമാണ്. ഇങ്ങനെ മിസ്കീനിന്റെ അകതിന്റെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവൻ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇവിടുത്തെ മതപ്രവർത്തനം എന്ന് പറയുന്നത്, ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് സോളിഡാരിറ്റിയുടെ മുമ്പിൽ, ഈ ആദർശ സംഘത്തിന്റെ മുമ്പിൽ ഇതുപോലെയുള്ള അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട്, ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കി ഇവിടുത്തെ മുസ്ലിം ഉന്മൂലനത്തിനും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഉന്മൂലനത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വാശയങ്ങളെ അതേ സ്വഭാവത്തിൽ തന്നെ പുണർന്ന് മുസ്ലിം വിഭാഗത്തെ വംശീയമായി കൊണ്ട് ഇല്ലാതാക്കി വെറുപ്പുൽപാദിപ്പിച്ച് ഭയമിട്ടുകൊടുത്തുകൊണ്ട്, അങ്ങനെ ഭയത്തോടുകൂടി ഒരു കമ്മ്യൂണിറ്റിയെ അരികുവൽക്കരിക്കാനാണ് ഭരണകൂടത്തിന്റെ ശ്രമമെങ്കിൽ അവിടെയാണ് സോളിഡാരിറ്റി പറയുന്നത്. ഈ വംശീയതയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ അജണ്ടകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല യൗവനത്തുള്ള, നീതിക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു യുവത്വത്തെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഈ കാലികമായിട്ട് ചെയ്യേണ്ട ദൗത്യം എന്ന ഉറച്ച ബോധ്യത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉള്ളത്. നിങ്ങൾ പലപ്പോഴും ഈ സമുദായത്തെ നോക്കിയിട്ട് തീവ്രവാദികളാണ് എന്ന് പറയാറുണ്ട്, താലിബാനിസ്റ്റുകളാണ് എന്ന് നിങ്ങൾ പറയാറുണ്ട്, മതവിഷജീവികളാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടത്തെ സംഘപരിവാർ ആലയിൽ നിന്ന് വരുന്ന വിധത്തിലുള്ള ഏതെങ്കിലും വിഷലിപ്തമായ ധ്രുവീകരണമായ ഏതെങ്കിലും ഒരു പ്രസ്താവനം, ഏതെങ്കിലും ഒരു വാക്കുകൾ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രസ്താവനകൾ ഈ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ഈ സമുദായത്തെ നോക്കിയിട്ട് ധ്രുവീകരണ സമുദായം എന്ന് വിളിക്കാം. പക്ഷേ നിങ്ങൾ അറിയണം, ഭരണകൂടം യഥാർത്ഥത്തിൽ ഇവിടുന്ന് അജണ്ടകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. അഭിമാനത്തോടു കൂടിയിട്ട് ഈ സമുദായത്തിന് പറയാൻ പറ്റും, ഇതുവരെയായിട്ടും തീവ്രവാദ സ്വഭാവത്തിൽ ഒരു ഇടപെടലുകൾ നടത്താത്ത ഒരു സമുദായം, ക്രിയാത്മകമായി ഈ സമുദായത്തെ എല്ലാ അർത്ഥത്തിലും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മതസംഘടനകൾ, ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ മതവിഭാഗങ്ങൾ, ഈ മതവിഭാഗങ്ങളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ, പിന്തുണക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ഈ സംഘടനയെ നോക്കി, ഈ മതവിഭാഗത്തെ നോക്കി താലിബാനിസ്റ്റുകൾ എന്ന് മുദ്ര കുത്തിയാൽ, ഇസ്ലാമിസ്റ്റ് സംഘപരിവാർ എന്ന് മുദ്ര കുത്തിയാൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. വരാനിരിക്കുന്ന നാളുകൾ നിങ്ങളോട് കണക്ക് ചോദിക്കും. നിങ്ങൾ അറിയണം, നിങ്ങളുടെ AKG സെന്റർ, നിങ്ങളുടെ ഇവിടുത്തെ സംഘടനകൾ, സംവിധാനങ്ങൾ, നിങ്ങൾക്കൊരു മുൻപാഠമുണ്ട്. ബംഗാൾ എന്തായിരുന്നു എന്നുള്ളത്, ഈ രാജ്യം, ഈ പ്രദേശം, ഈ നാട്, ഈ കൊച്ചു കേരളം ഈ സ്വഭാവത്തിൽ
ഹിന്ദുത്വ അജണ്ടയെ പേറി നിങ്ങൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ ജനതകൾ മുഴുവൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണക്ക് ചോദിക്കുന്ന ഒരു ഘട്ടം ഇത് അടുത്തു നിൽക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ മുമ്പിൽ ഉണ്ടാകും. നിങ്ങൾ നാട്ടക്കുറി പോലെ നിർത്തിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിന് നേതൃത്വം നൽകും. ഈ സമുദായത്തിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി കൊണ്ടുണ്ടാകും. നിലമ്പൂർ നിങ്ങൾക്ക് അതിനുള്ള പാഠമാണ്. നിങ്ങൾ ഇലക്ഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പം ആ ഇലക്ഷൻ സ്ട്രാറ്റജികൾ അതിൽ നിന്നുള്ള നിങ്ങൾക്ക് പാഠമാണ്. ധ്രുവീകരണത്തിന് സമ്മതിച്ചു തരില്ല. സമുദായത്തെ നോക്കിയിട്ട് താലിബാനിസ്റ്റുകൾ എന്ന് വിളിച്ചു പറയുമ്പം അതിനോട് അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയം പേറാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവർ ഉണർത്താനുള്ളത്. അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നീതിക്ക് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നമുക്കൊരുമിപ്പിച്ച് നിൽക്കാം എന്ന ഒരു വലിയ ആശയം ഈ സമൂഹത്തിന് സോളിഡാരിറ്റി പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് നിങ്ങൾ സന്നദ്ധമാവണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു യുവജന പ്രസ്ഥാനമാണ്, ധാർമ്മികതയുള്ള യുവജന പ്രസ്ഥാനം, ധാർമ്മികതയുള്ള യുവജന പ്രസ്ഥാനം. ഈ യുവജന പ്രസ്ഥാനത്തിൽ അണിനിരന്ന ഒരു ചെറുപ്പക്കാർക്ക്, ഈ യുവജന പ്രസ്ഥാനത്തിൽ ഇതിന്റെ കൊടിപിടിച്ച ഒരു ചെറുപ്പക്കാർക്ക് ലഹരി വിമുക്തതയ്ക്ക് വേണ്ടി ഒരു ഡാൻസ് നടത്താനില്ലാത്ത വിധം ആർജവമുള്ള, ആത്മാഭിമാനമുള്ള, ഉത്തരവാദിത്വബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള, നന്മയുള്ള ഒരു സംഘമാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ യുവ സുഹൃത്തുക്കളെ ഈ സംഘത്തിലേക്ക് ധൈര്യപൂർവ്വം പറഞ്ഞേക്കാം. നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയും ഈ സംഘം ഉജ്ജ്വലമായിട്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ധീരതയോടുകൂടി ഈ സംഘത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ യുവാക്കൾക്കും ധൈര്യപൂർവം നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.